ജനറേഷൻ താരങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് രാജേഷ് കടവന്തറ. വലിയേട്ടൻ ടീമിൽ നിന്നും രാജേഷ് കടവന്തറ, ബാലേട്ടൻ ടീമിൽ നിന്നും ജോഷി ചങ്ങനാശ്ശേരി. ജോഷി ചങ്ങനാശ്ശേരി ഏത് ന്യൂ ജനറേഷൻ താരത്തിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത്? ദുൽഖർ സൽമാനെ ഒന്ന് ചെയ്യാം. ദുൽഖർ അവിടെ ഇരിപ്പുണ്ട്, എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാം. ഞാൻ പഠിച്ച MBA എന്നല്ല, ഷെഫിന്റെ ജോലിയാ. ഉപ്പാന്റെ കാര്യത്തിൽ മാത്രമുള്ള സംശയം. നിങ്ങളുടെ ബാബുത്തിന്റെ കഥ എന്താ ഉപ്പ? ഉപ്പ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാ അതിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. മൈ ക്വസ്റ്റൻ ഈസ് എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജാതിരി വർത്താനം പറയില്ലായിരുന്നു ഉപ്പ. ഈ ജാതിരി വർത്താനം പറയില്ലായിരുന്നു. എങ്ങനെയാ വലിയേട്ടൻ ടീമിലല്ലേ മമ്മൂക്ക ദുൽഖറിന്റെ ശബ്ദമൊക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. അപ്പോ വലിയേട്ടൻ ടീമില് വലിയേട്ടൻ ടീമിൽ നിന്ന് ദുൽഖറിന്റെ തന്നെ ശബ്ദം ചെയ്യും. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായിട്ടുള്ള ഈ ഇടയ്ക്കിറങ്ങിയ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ അദ്ദേഹം കുറച്ച് റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഞങ്ങൾ തെരുവുപട്ടികളാണ്. തെരുവുപട്ടികൾക്ക് ഉടമകളില്ല, എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കൂറ. നിങ്ങളുണ്ടാക്കിയ ഈ എറണാകുളം സിറ്റി ഉണ്ടല്ലോ, അത് വണിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കമ്മട്ടിപ്പാടത്തിന്റെ ചതുപ്പിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കറുത്ത ചോരയാ, ഗംഗയുടെ ചോര. കമ്പട്ടിപ്പാടത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും വിനായകന്റെ സൗണ്ട്, ആ സിനിമയിലെ തന്നെ വിനായകന്റെ സൗണ്ട് ചെയ്യാൻ ശ്രമിക്കും. കൃഷ്ണ ഗംഗേടാ, ഞാൻ ചുമ്മാ വിളിച്ചാടാ, നീ എവിടാ? ഒന്നുമില്ലടാ, പണി കിട്ടിയൊന്നൊരു സംശയം ഉണ്ടാ. പിള്ളേര് പുറകെ നടക്കാടാ, കിടത്തിക്കും ചിലപ്പോ. ഒന്നുമില്ലടാ, ഞാൻ വിളിക്കുമ്പോ വരൂടാ, ഒന്നുമില്ല. ചേട്ടാ, നമ്മുടെ പ്രേമം എന്ന സിനിമയില് PT മാഷായിട്ട് വേഷം ചെയ്ത സൗബിൻ സാഹിർ ഇപ്പൊ ഒരുപാട് സിനിമകളിലുണ്ട്. അദ്ദേഹത്തിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ക്രിസ്പിൻ എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സൗബിൻ സാഹിർ വരികയാണ്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മാമരെ അടുത്തറിയുമ്പോ മനസ്സിലെ വിഗ്രഹമൊക്കെ നിലത്ത് വീണ് പൊട്ടുന്ന സത്യമാണ്. മനസ്സിലേക്ക് ഇഷ്ടം വെച്ചിട്ട് എന്ത് കാര്യം ചെയ്തിട്ട് കാര്യമില്ല ബേബിച്ചിട്ടാ. ഞാൻ പോണിയാണ്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മടിക്ക ജ്യൂസ്, മമ്മൂടിക്ക ഇഷ്ടമല്ല കുമ്മടിക്ക ജ്യൂസ്. മൊയ്തീൻ സിനിമയിലെ പൃഥ്വിരാജിന്റെ ആ പ്രഗത്ഭമായ ഡയലോഗ് ഈ നീപ്പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല. അതിന് എത്ര കടമത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിപ്പുഴ അറബിക്കടലെത്തുക തന്നെ ചെയ്യും. ഇരവഴി അറബിക്കടലാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഞാനൊന്ന് മാറ്റി ചെയ്യാണ്. ഈ സെയിം ഡയലോഗ് തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്താണ് ഈ സിനിമയില് നമ്മുടെ മൊയ്തീനായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്ന ഒന്ന് നമ്മുടെ മിമിക്രിക്കാരുടെ രീതിയിലൊന്ന് ചെയ്യാം. കേട്ടോ, ഈ പുഴയുടെ കരപിടിച്ച് നടന്ന അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ഈ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. റൺവേ എന്ന സിനിമയിലെ ഇന്ദ്രജിത്തിന്റെ തന്നെ ശക്തമായ ഒരു കഥാപാത്രമുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട്. അദ്ദേഹത്തിന്റെ ടൂൺ വേറെയാണ്. ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. സാറ് പറയും പോലെ വാളയറത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുമായിരുന്നു സാർ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 60.8 കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 209 പെറ്റി കേസുകൾ. ഇതല്ലേ സാർ വാളയാർ പരമേശ്വരൻ ഡേറ്റിലും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ ഇതുവരെ ആരും ഇമിറ്റേറ്റ് ചെയ്ത് കാണാത്തൊരു ശബ്ദമാണ്. ഒരു രാഷ്ട്രീയക്കാരനെയാണ് നമ്മുടെ നിയമത്തിൽ നിന്നും ജയിച്ചിട്ടുള്ള രാജഗോപാലൻ സാർ. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് BJPയുടെ മുതിർന്ന നേതാവെന്ന നിലയിൽ പറയുമ്പോഴേ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദി ആക്രമണത്തിന് പാകിസ്ഥാനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഓണാശംസകൾ. മനോജ് കെ ജയന്റെ സൗണ്ട് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിപ്പം പുതിയ സിനിമകൾ വരുന്ന സിനിമയിലെല്ലാം അദ്ദേഹം കോമഡി കഥാപാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം മല്ലു സിംഗ് സീനിയേഴ്സ് ഈ സിനിമയിലൊക്കെ അദ്ദേഹത്തിന്റെ ടൂൺ വേറെയാണ്. കോമഡി ചെയ്യുമ്പോൾ ആ ടൂൺ ഒന്ന് ചെയ്യാം. അയ്യോ അമ്മേ, സത്യമായിട്ടും എനിക്കറിയില്ല അമ്മേ. മല്ലുവിന്റെ പെങ്ങന്മാരാന്ന് കേട്ടപ്പോഴേ വേണ്ട 1000 വട്ടം പറഞ്ഞതാ. സത്യമായിട്ടും എനിക്കറിയില്ല അമ്മേ, എനിക്ക് മാപ്പ് തരൂ അമ്മേ. പുതിയ താരം തന്നെയാണ് ചെമ്പൻ വിനോദ്. സംഗതി ഇത്തിരി ഡാർക്കാണെങ്കിലും ജയിലെന്ന് പറഞ്ഞാൽ ഒരു സംഭവം വെച്ചോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു 10 എണ്ണത്തിനെ പൊക്കിയാ അതിനൊമ്പെണ്ണോ ഇൻട്രാശം വേസ്റ്റുള്ളായിരിക്കും. അങ്ങനെ നോക്കുമ്പോ ജയിലെന്ന് പറഞ്ഞാൽ ഫുൾ ക്രിയേറ്റീവ് പീപ്പിൾസ് ആണിച്ചോ. എന്തൊട്ട് താലോലിക്കണേ, ജയിലിൽ ചിക്കൻ ബിരിയാണി ഉള്ളപ്പോ തന്നെ നമുക്ക് എത്താൻ സാധിച്ചില്ലേ?
പ്രേമം സിനിമയിലെ വിനയ് ഫോർട്ടിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ അല്ലേ, ഭയങ്കര പവർഫുൾ ആണ്, പിന്നെ സേഫ്. ജാവ വളരെ സേഫ് ആണ്. അഞ്ജലിക്ക് അല്ല, അഞ്ജലിക്ക് മനസ്സിലാകുന്നുണ്ടോ? ചേട്ടന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മനസ്സിലാകുന്നല്ലേ പറയണം. ആരാ കൂവിയത്? ആരാ കൂവിയത്? ചേട്ടനാണോ കൂവിയെ? തകഴി ചേട്ടനാണോ കൂവിയെ? അങ്ങനെ പാടില്ല കേട്ടോ, പാടില്ല അങ്ങനെ. ടീച്ചറെ, നമ്മുടെ ഇവിടെ ഉള്ള ഒരാളുടെ ശബ്ദം ഞാൻ അനുകരിക്കാം. ഞങ്ങളുടെ ടീമിലെ തന്നെ ഞങ്ങളുടെ രാജാവ് ബിജുവിന്റെ ശബ്ദം അനുകരിക്കാം. ഭവിച്ച് ഇത് പെണ്ണേന്ന് ഭവിച്ച് കാണിച്ച അമ്മാരുണ്ടല്ല ആ ഹോട്ടലിലുള്ളവര് അമ്മാരെ കണ്ടില്ല ചെറുവ തേച്ചു ഭവിച്ച് തലയടച്ച് നീ ലെവലറിപ്പുണ്ടല്ല കുറച്ചുകൂടി ലോ ലെവലറിപ്പുണ്ട് വരട്ടെ. നെൽസൺ ചേട്ടനെ ഒന്ന് ചെയ്യാം. നെൽസൺ ചേട്ടൻ. എടാ സഹായിയേ, സഹായി. വർത്തമാനം കേട്ടോടാ. എടാ നീ ആണോ കൊടുത്തത്? കൊഞ്ഞനം കാട്ടുവാ. എടാ ഒതുങ്ങണം എടാ, നീ നന്നായിട്ട് ഒതുങ്ങണം. എടാ സഹായിയേ, ചിരിക്കണ്ട കേട്ടോ, ചിരിക്കണ്ട. നമ്മളെ പിഷാര ടീച്ചറിന്റെ ശബ്ദം അനുകരിക്കാം. കോമഡി ദർബാറിലെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വലിയൊരു നമസ്കാരം. റിയാലിറ്റി ഷോ വന്നു കഴിഞ്ഞപ്പോൾ സീരിയലുകാർക്കൊക്കെ ഒരു അടിയായതുകൊണ്ട് അവർ ദൈവത്തെ കൂട്ടുപിടിച്ചു. ഇപ്പോൾ അയ്യപ്പൻ 2, തോമാസ് ലീഗ 2, ശ്രീകൃഷ്ണൻ 2 എന്ന് വേണ്ട സകല ദൈവങ്ങൾ സന്ധ്യയായി കഴിഞ്ഞ ചാനലുണ്ട്. അമ്പലത്തിലും പള്ളിയിലോട്ടൊന്നും ആരും ഇല്ല. ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് പരസ്യം കൊടുക്കുന്നതെന്ന് അറിയില്ല. ഈ ഇടയ്ക്ക് ചാനലിൽ പറയുന്നത് കേട്ടു, ഹാർപ്പിക് അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന്. കക്കൂസ് കഴുകുന്ന ഹാർപ്പിക്കാണ് അയ്യപ്പനെ സ്പോൺസർ ചെയ്യുന്ന. അയ്യപ്പനോ രക്ഷയില്ലാത്ത കാലഘട്ടം. നോബി ചേട്ടനെ ഒന്ന് ചെയ്യാം. നോബി. അളിയ പറ്റിപ്പോവാ, അളിയ ശ്രമിക്കലയാ, അളിയ സ്കിറ്റിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും പറ്റിപ്പോവാ, അളിയ കളിയാക്കല്ലയാ, അളിയ സ്കിറ്റ് ഞാൻ ചെയ്യുന്നില്ല, അളിയ ചൂടാകുന്ന കാര്യമുണ്ടോ, അളിയ ചൂടാകല്ലേ, അളിയ നെൽസണ്ടാ അണ്ണാ ഒരു പ്രാവശ്യം കളിക്കണ്ട, നെൽസണ്ണ പ്ലീസ് അണ്ണാ പറ്റിപ്പോവണ്ട, അണ്ണാ പറ്റിപ്പോവണ്ട പ്ലീസ് നെൽസണ്ണ. അവനെ നെൽസന്റെ കാല് പിടുത്തോണ്ട് തരുമല്ലേ? നമ്മുടെ ലോക പ്രശസ്തനായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും നമ്മുടെ സംവിധായകരിൽ ശ്രദ്ധേയനായിട്ടുള്ള സിദ്ദിഖ് സാറും അവരുടെ ശബ്ദത്തിലുള്ള ഒരു സാമ്യം ചെയ്യാൻ വേണ്ടി. Well, when I was 16, I started play for India. Saurav, Kambli, Rahul, we played well. ഞാനും കലാഭവനൻ സാറും ലാലും ചേർന്ന് കലാഭവനിൽ മിമിക്രി ആരംഭിച്ചു. Boost to the secret of our energy. ആ ബെലച്ചനാണ് ഞങ്ങളുടെ ട്രേഡ് സീക്രട്ട്. അടുത്തതാരാണ്? ജോഷി ചേട്ടാ, SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ ഒന്ന് അനുകരിക്കും. അതായത് ശ്രീനാരായണ ധർമ്മ അപ്പൊ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തില് എന്നോട് തമിഴ്നാട് സർക്കാർ വന്നിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്താ പറയുള്ളത്. അപ്പം ഇവരാരും പറഞ്ഞ വർത്താനമൊന്നും കേട്ടിട്ടൊന്നുമല്ല അവർ പോയി. ഞാൻ മാത്രം ഒരു കാര്യം പറഞ്ഞുള്ളൂ. അത് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ വാവിന് കേൾക്കണം, ഞാൻ പറഞ്ഞു തരാം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അതായത് ഇത് വലിയേട്ടൻ ടീമിന്റെ കാലകേനെതിരെ ഇവരിറക്കിയതാണെന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെ അല്ലേ, അതിനെതിരെ ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും വളരെ ശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നത്.